വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞനായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടോളച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സഭയുടെ വ്യത്യസ്ത പ്രാർത്ഥനാ രീതികളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ എപ്പിസോഡിലെ ആരാധനയെക്കുറിച്ചാണ് വിശദീകരിച്ചത്. ഇന്ന് സ്തുതിപ്പും കൃതജ്ഞതയും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സദാ നന്ദിയുള്ളവരായിരിക്കണം. യേശു തന്നെ 10 കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തിയിട്ട് ഒരുവൻ തിരിച്ചു വന്ന് നന്ദി പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, ബാക്കി 9 പേരെ എവിടെ പോയെന്ന്. അപ്പോൾ ദൈവം നന്ദി ആഗ്രഹിക്കുന്നു, മനുഷ്യരുടെ അധരങ്ങളിൽ നിന്ന് നന്ദി ആഗ്രഹിക്കുന്നതല്ല അർത്ഥാക്കുന്നു. ഈ കൃതജ്ഞതാ പ്രകാശനവും സ്തുതിപ്പും തമ്മിലുള്ള ആ വ്യത്യാസവും ഒന്ന് വിശദീകരിക്കാം. കൃതജ്ഞത എന്നുള്ള ആ വാക്ക് തന്നെ വളരെ വ്യക്തമായ അർത്ഥം നമുക്ക് തരുന്നുണ്ട്. നമ്മളത് നിരന്തരമായിട്ട് നമ്മുടെ സംസാര ഭാഷയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു വാക്കാണ് കൃതജ്ഞത പ്രകടനം. ഏതൊരു മീറ്റിങ്ങിൻ്റെ അവസാനവും ഉണ്ടല്ലോ. അതുപോലെ നന്ദി പറയുക എന്നുള്ള വാക്ക് നമ്മൾ വളരെ കൊളോക്കിയലായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ കൃതജ്ഞതയിൽ വളരെ ക്ലിയറാണ്. അതായത് ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു കാര്യമാണ്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളൊരു വാക്യമാണ് നേരത്തെ സാറ് സൂചിപ്പിച്ചത്. 18-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് പൗലോസ് തെസ്സലോനിക്കക്കാരോട് പറയുന്നത്, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളത്, കൃതജ്ഞത ഉള്ളവരായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു ജീവിത മനോഭാവമാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ്, ഇന്ന് മനുഷ്യനെ താങ്ക്സ് എന്നൊക്കെ പറയാൻ ഭയങ്കര മടിയാണ്. സോറി പറയാൻ ഭയങ്കര മടിയാണ്. നന്ദി എന്നുള്ള ഒരു വാക്ക് നമ്മൾ പറയുമ്പോൾ, ഒരാളോട് പറയുമ്പോൾ അതിൽ വലിയ ഒരു ആത്മീയതയുണ്ട്, വലിയൊരു മനുഷ്യത്വമുണ്ട്, അതിൽ വലിയ അപരന് നൽകുന്ന ബഹുമാനമുണ്ട്. നമ്മളൊരു ചെറിയൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലും നന്ദി, താങ്ക്സ് എന്ന് പറഞ്ഞാൽ നോ മെൻഷൻ, നോ വറീസ് എന്ന് നമ്മൾ ഉടനെ പെട്ടെന്ന് പറഞ്ഞു പോകും. വെസ്റ്റേൺ കൾച്ചറിൽ കുറച്ചും കൂടി വളരെ കുട്ടികളെയൊക്കെ അവർ ചെറുപ്പനാളിലെ താങ്ക്സ് പറയും. ഇപ്പം നമ്മുടെ അവിടെയും കുട്ടികളെ കുറച്ചൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു ജീവിത മനോഭാവമാണ്. ദൈവത്തോട് എന്നെ സൃഷ്ടിച്ച, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്ന, ഇങ്ങനെ ഒരു ലോകത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ച, എൻ്റെ ജീവൻ നിലനിർത്തുന്ന, എൻ്റെ ഒരു ജീവിത അന്തസ്സിലേക്ക് എന്നെ വിളിച്ച, ഈ ജീവിത അന്തസ്സിലൂടെ അതിൻ്റെ പ്രവർത്തന വ്യാപാരങ്ങളിലൂടെ ജീവിതം എന്താണെന്ന് എന്നെ ഓരോ ദിവസവും പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ലോകം എന്താണെന്ന്, മനുഷ്യൻ എന്താണെന്ന്, ഈശ്വരൻ എന്താണെന്ന് ഒക്കെ കൂടുതൽ വെളിവാക്കി തരുന്ന അങ്ങനെയുള്ള ഒരു ദൈവത്തോട് എപ്പോഴും നന്ദി ഉള്ളവരായിരിക്കുക. ഇപ്പോൾ പ്രായമായി വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത്, ഇടയ്ക്കൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര, പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എല്ലാ പാടങ്ങളിലൊക്കെ ചെന്നിരുന്ന് വായനയ്ക്കൊക്കെ അങ്ങനെ ഇരുന്ന് അവിടുത്തെ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ഇരുന്ന് വായിച്ചതിന് കുറച്ചൊക്കെ ചില നേരത്ത് ഇച്ചിരി കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ സന്ധ്യയാവണ നേരത്ത് വളരെ ദൃശ്യമനോഹരമായ കാഴ്ചകൾ ചുറ്റും കാണുന്നു. പക്ഷികൾ ചേക്കേറുന്നു, ആളുകൾ ജോലി കഴിഞ്ഞ് ഇങ്ങനെ അതിൻ്റെ അപ്പുറത്തെ വഴികളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെയുള്ളൊരു മൂഡിൽ നമ്മൾ സന്ധ്യാസമയത്തൊക്കെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നും, എത്ര കൃതജ്ഞത, നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്, ദൈവമേ ഇങ്ങനെയുള്ളൊരു നിമിഷങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണമേ, അങ്ങനെ കിട്ടുന്നുണ്ടോ? എത്ര മനുഷ്യരിപ്പോൾ വിശന്ന്, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ അതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ ഈ മീഡിയ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇത്ര പേര് മരിച്ചു, അവിടെ എങ്ങനെയുണ്ടായി, ഇവിടെ. അപ്പോൾ അതുപോലെ മനസ്സ് തകർന്ന് മരണപ്പെട്ട് സ്വയം ആത്മാഹൂതി ചെയ്യുന്ന ആളുകൾ,
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അപ്പോൾ എപ്പോഴും നമുക്ക് ഓരോ നിമിഷവും ഒരു മഹാ അത്ഭുതമാണ് നമ്മുടെ ശരീരം. നമ്മുടെ എപ്പോൾ വേണമെങ്കിലും ഹാർട്ട് നിൽക്കാം, ബ്രെയിനിൽ ഒരു സ്ട്രോക്ക് വരാം. നമ്മൾ ഓരോ ദിവസങ്ങളിലും അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദി ഉള്ളവരായിരിക്കും. അതൊക്കെ അറിഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത് നിരന്തരം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയും പ്രാർത്ഥനയോടെ ഇരിക്കുക. അതാണ് ദൈവം പ്രാർത്ഥനയിലെ, നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ സമയവും ഈ നന്ദി പറയും. വാസ്തവത്തിൽ ഈ ദൈവത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ആരാധിക്കുന്ന, എൻ്റെ മുകളിൽ ഒരാളുണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ദൈവത്തിൻ്റെ ഇംഗിതം പോലെയാണ്, പിന്നെ ഞാൻ ഈ ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ നന്ദി, അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന മനോഭാവമുള്ള ഒരാളുടെ ജീവിതം വളരെ സന്തോഷപ്രദമായിരിക്കും. മെഡിക്കലായിട്ട് തന്നെ പറയണത്, നമ്മളെപ്പോഴും നന്ദി പറയുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ബ്രെയിനിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ ഫ്രീ ആയിരിക്കും. ബ്രെയിനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കെമിക്കൽസ് ഈ ഡൊപ്പാമിനും സെറോട്ടോണിനും ഒക്കെ പോലെയുള്ള കാര്യങ്ങളാണ്. കൂടുതൽ ആനന്ദവും സന്തോഷവും ശാന്തിയും തരുന്ന എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയണേ. അപ്പോൾ ഇതൊക്കെ വളരെ മെഡിക്കലായിട്ടുള്ള സത്യങ്ങൾ. അപ്പോൾ രണ്ടാമത്തെ ഈ കൃതജ്ഞതാ പ്രാർത്ഥനയിൽ നമ്മൾ കൂടുതൽ നമ്മുടെ പ്രാർത്ഥനകളിൽ സമയം കണ്ടെത്തണം എന്നാണ് എനിക്ക്. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്, മനസ്സിന് നല്ലതാണ്. നമ്മുടെ ജീവിത മനോഭാവം മാറാനും, ദൈവത്തോട് നമ്മൾ ഇത്രയും നന്ദി പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അറിയാണ്ട് നമ്മൾ ആരെ കണ്ടാലും നന്ദി പറഞ്ഞു പോകും. പക്ഷെ നമ്മുടെ ഒരു കൾച്ചറിൽ മറ്റുള്ളവരോട് നന്ദി ഇല്ലാതെ അല്ലാതെ, പക്ഷെ അത് എക്സ്പ്രഷൻ കുറവാണ്. എക്സ്പ്രഷൻ പൊതുവേ കുറവാണ് എന്ന് നന്ദി ഉള്ളിലുണ്ട്, പക്ഷെ നല്ല കാര്യങ്ങളിൽ എക്സ്പ്രഷൻ കുറവുള്ളൂ. കാരണം അനാവശ്യ കാര്യങ്ങളിൽ ഒരുപാട് എക്സ്പ്രഷൻ, അത് സഡൻ എക്സ്പ്രഷൻ ആയിരിക്കും. അതായത് പൂരം, പെരുന്നാൾ, ആഘോഷം, റാലി, എന്താണ് പ്രകടനത്തിന് വല്ല കുറവുണ്ടോ? ഭയങ്കര പ്രകടനങ്ങളാണ്. പക്ഷെ ജെന്യുവനായിട്ട് എൻ്റെ വ്യക്തിപരമായ മനസ്സ് തൊട്ടിട്ട് എനിക്കൊരു സാക്രിഫൈസ് ചെയ്തിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അർപ്പണം നടത്തി ത്യാഗം ചെയ്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കൃതജ്ഞതയുടെ ആ എക്സ്പ്രഷൻസാണ്. സ്നേഹം, ഒരാളോട് നന്ദി പറയുക, അല്ലെങ്കിൽ അവൾ ചെയ്ത കാര്യം, ഇന്ന് നീ വെച്ച കറി, ഇതിന് മുമ്പ് ഇങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടാ എന്ന് നമ്മൾ അവളോട് പറഞ്ഞു. അല്ലെങ്കിൽ ആ ചേട്ടൻ എത്ര സാരി എനിക്ക് എടുത്തു കൊണ്ടുണ്ട് ഇല്ലേ, ചിലപ്പോൾ വക്കീലിനോട് അവർ പറഞ്ഞു കാണും, വൈഫ് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇത് എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് 500 രൂപയല്ലേ കൊടുത്തുള്ളൂ, ഒരു 600 രൂപയും കൊടുക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നും. അത്രയും പോസിറ്റീവ് എനർജി. അപ്പോൾ കൃതജ്ഞത എനിക്ക് തോന്നുന്നു നമ്മുടെ ആളുകൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ സ്തുതി എന്ന് പറയുന്നതാണ് അതിൽ നിന്നൊരല്പം വ്യത്യസ്തമുള്ളത്. സ്തുതി എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിനോടുള്ള സ്തുതിയെക്കുറിച്ച് തന്നെയാണ് നമ്മളവിടെ പറയുന്നത്. ആ ദൈവത്തിനോടുള്ള സ്തുതിയിൽ നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ ചെറുതായിട്ട് പറഞ്ഞു പോയി. സ്തുതിപ്പ് എന്ന് സാർവത്രിക മതബോധനം പറയുന്നത് ആരാധനയ്ക്ക് തുല്യമായിട്ടാണ്. പക്ഷേ സ്തുതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവം എന്തായിരിക്കുന്നു എന്നുള്ളത് ഓർത്തുകൊണ്ട് ഏറ്റുപറയുന്നതാണ്. അപ്പോൾ ദൈവം സർവശക്തനാണ്, ദൈവം നന്മയുള്ളവനാണ്, ദൈവം കൃപാകരനാണ്, ദൈവം ദയാലുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള പ്രാർത്ഥന. അപ്പോൾ ആരാധനയും സ്തുതിയും തമ്മിലുള്ള ആ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ആരാധനയിലെ നമ്മൾ ദൈവത്തെ എൻ്റെ നോമായിട്ട് അംഗീകരിച്ച് ഞാൻ ആശ്രയിക്കുന്ന ആ ഒരു മനോഭാവം ഉണ്ടാകുമ്പോൾ, സ്തുതിയിൽ ദൈവം എന്തായിരിക്കുന്നുവോ എന്നുള്ളതിനെ ആലോചിച്ച് പ്രകീർത്തിക്കുന്നതാണ്. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതുമാണ്. അടുത്തതായിട്ട് ഇതിൽ പറയുന്നത് യാചനാ പ്രാർത്ഥനയെ കുറിച്ചാണ്. യാചനാ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നത് നമുക്ക് ആവശ്യമുള്ള ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിന് യേശു തന്നെ പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് പിതാവിനെ അറിയാൻ നിങ്ങൾക്ക് എന്താ ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ വെറും ആ ലിസ്റ്റ് സബ്മിറ്റ് ചെയ്തതിൽ മാത്രമല്ല യാചനാ പ്രാർത്ഥനയോട് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. അതെ, ഈ യാചനാ പ്രാർത്ഥന എന്നുള്ളതും നമ്മുടെ ഇവിടെ ഏതാണ്ട് സാറ് വളരെ മനോഹരമായിട്ട് അത് പറഞ്ഞു, ലിസ്റ്റ് സമർപ്പിക്കലാണെന്ന്. അതായത് കുട്ടികളിപ്പോൾ കടയിലേക്ക് പോകുമ്പോൾ ലിസ്റ്റ് എഴുതി കൊടുക്കും, ദൈവത്തെ അറിയിക്കാനുള്ള കുറേ കാര്യങ്ങൾ എന്നുള്ളത്. നീ പള്ളിയിൽ പോകുമ്പോൾ ഇന്ന കാര്യങ്ങൾക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ നമ്മൾ കണ്ടവാനും പറയുന്നത് കൊണ്ട് ആളുകൾ ഈ യാചനാ പ്രാർത്ഥനയെയും ഒരു തരത്തിൽ അതിൻ്റെ യഥാർത്ഥമായ സാർവത്രിക മതബോധനം പറയുന്ന രീതിയിലുള്ള ആത്മീയതയിലേക്ക് ഉയരുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഇതിൽ സാർവത്രിക മതബോധനം 2 രീതിയിലാണ് പറയണത്. ഈ യാചനാ പ്രാർത്ഥനയുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നാം പാപികളാണെന്നുള്ള തിരിച്ചറിവ് സമ്മതിക്കലാണ്. അതായത് പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞ കാര്യം യാചനാ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് സാർവത്രിക മതബോധന ഗ്രന്ഥം അവതരിപ്പിക്കുന്നത്. ഞാൻ പാപിയാണ് എന്നുള്ള തിരിച്ചറിവും, ഞാൻ ദൈവത്തെങ്കിലേക്ക് വരാൻ ദൈവമേ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ മനുഷ്യനായതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള ലൗകായികമായ കാര്യങ്ങളോട് കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് കൊണ്ട്
എനിക്ക് എപ്പോഴും അങ്ങയുടെ പക്കലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല, ഞാൻ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് എത്താൻ പറ്റുന്നില്ല, ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 8 അധ്യായം 22, 24 ഭാഗങ്ങൾ വായിക്കുമ്പോൾ പൗലോസ്ലീഹ ആ ധർമ്മസങ്കടത്തെക്കുറിച്ച് ശരിക്കും അവിടെ പറയുന്നുണ്ട്. ഈ ലോക സൃഷ്ടികൾ മുഴുവൻ ഇങ്ങനെ പറയണത് ഈറ്റുനോവ് എന്നുള്ള വാക്ക് തന്നെയാണ് മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഗ്രോണിങ് എന്നാ പറയണേ. അതായത് നെടുവീർപ്പിട്ട് കൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. അതായത് ഞങ്ങൾക്ക് ഈ തെറ്റിൻ്റെ വശീകരണതങ്ങളിൽ ഞങ്ങൾ പെട്ടുപോകുന്നു ദൈവമേ, അങ്ങയുടെ അവിടേക്കുള്ള തീർത്ഥയാത്ര എത്തിയിട്ടില്ല, ആ യാത്രയുടെ ഇടയിലുള്ള ചില പ്രതിസന്ധികളിലൂടെയാണ് നീ ഞങ്ങളെ സഹായിക്കാതെ നിവൃത്തിയില്ല, പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ വീണു പോകുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ, മാപ്പ് നൽകണമേ. അപ്പോൾ യാചനാ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാകേണ്ടത് മാപ്പ് ചോദിക്കലാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അതായത് ഞാൻ പാപിയാണ് തിരിച്ചറിവ്. രണ്ടാമതായിട്ട് അതിൽ പിന്നെ കൂടുതൽ വരുന്നത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ലിസ്റ്റ് സമർപ്പിക്കുക എന്നുള്ളത്. അതിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ചോദിക്കുകയും നിങ്ങൾക്ക് തരും, മുട്ടിപ്പിൻ നിങ്ങൾ വാതിൽ തുറക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അന്വേഷിപ്പിൻ കണ്ടെത്തും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യമെങ്കിലും നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. യാചനാ പ്രാർത്ഥന നമ്മുടെ കാര്യങ്ങൾ ദൈവത്തെ അറിയിക്കണം എന്നുള്ളതിൽ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ സാർവത്രിക മതബോധനം പറയണത് അതിനേക്കാൾ ഉയർന്ന പടിയിൽ വേണം ഈ യാചനകൾ നടക്കാൻ. എന്തിനാണ് യാചന നമ്മൾ യാചിക്കുന്നത്? ദൈവരാജ്യം വരാൻ വേണ്ടി, ദൈവഹിതം നിറവേറപ്പെടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പം ഈ അടുത്ത് ഒരു സഹോദര വൈദികൻ, എൻ്റെ ഒരു സഹോദര വൈദികൻ എനിക്ക് 4 കുർബാന ചെല്ലാനായിട്ട് പറഞ്ഞു. അപ്പോൾ 2 കുർബാന ഏത് ഇൻ്റൻഷനിലാണ് ചെല്ലണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ 2 കുർബാന അച്ഛൻ എൻ്റെ മരിച്ചുപോയ അപ്പനും അമ്മയ്ക്കും വേണ്ടി ചെല്ലണം. ശരി, ഇനി പിന്നെയുണ്ടല്ലോ ഇതിൽ 4 എണ്ണം, 2 ഇൻ്റൻഷൻ. അത് യുദ്ധം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ വെച്ചാൽ അത്ര എങ്ങനെയൊക്കെ ഞാൻ കുർബാനകളെ ഏൽപ്പിക്കണം? അങ്ങനെ അല്ല, ഞങ്ങൾ ജർമ്മനിയിലാണ് ജോലി ചെയ്യുന്നത്. ജർമ്മനിയിലെ ആളുകൾ ഇങ്ങനെ ഭയത്തിൻ്റെ നിഴലിലാണ്. ഏത് നേരമാണാവോ റഷ്യ നമ്മുടെ മെക്കട്ടേക്ക് തിരിയാന്ന് പേടിച്ചിട്ടാണ് ജീവിക്കണതെന്ന് പറയണത്. അത് നിങ്ങൾക്ക് കൂടി ഇരുന്നാൽ മനസ്സിലാവില്ല. മാത്രമല്ല എവിടെയൊക്കെ യുദ്ധം നടന്ന സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് മനുഷ്യർ. അപ്പോൾ ഇപ്പോൾ എത്രയും മനോഹരമായിട്ട് ഈ ജർമ്മനി, ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും യോജിച്ച് ബെർലിൻ മതിലൊക്കെ പൊളിച്ച് നല്ല ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നമ്മുടെ ചെറുപ്പക്കാർ തന്നെ അവിടെ വന്ന് ജോലി ചെയ്യുന്നു. യൂറോപ്പിൻ്റെ തന്നെ ഒരു വലിയൊരു ശക്തി കേന്ദ്രമാണ് ജർമ്മനി. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അപ്പുറത്ത് ഫ്രാൻസും ഒക്കെയാണ് ഇത് കിടക്കുമല്ലേ. അപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സമാധാനം ഈ ലോകത്തിൽ ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹം കുർബാന ചെല്ലിക്കുകയാണ്. അദ്ദേഹം അച്ഛനാണ്. പക്ഷേ എനിക്ക് അപ്പോൾ നോക്കി അതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ഒരു മനസ്സ്, ഒരു ഓലിക്കൽ എന്ന് പറഞ്ഞൊരു പാലക്കാരൻ അച്ഛനാണ്, തോമസ് ഓലിക്കൽ. ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ പോയതൊക്കെ അച്ഛനെ അടുത്ത് അവിടുന്ന് വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഞാനത് ഓർക്കുമായിരുന്നു. ദൈവരാജ്യം ഈ ഭൂമിയിൽ നടക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ ഇംഗിതം നടക്കാൻ വേണ്ടി ആണ്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ ദൈവത്തിൻ്റെ ഇംഗിതം ഇവിടെ നടക്കാൻ ഞാൻ എന്ന വ്യക്തി എന്ത് ചെയ്യാനുണ്ട്, അത് ചെയ്യാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാനൊക്കെ കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ ക്രിസ്തുവിൻ്റെ പദ്ധതി അനുസരിച്ച് ലോകം മുന്നോട്ട് പോകുന്നു. പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളും പൂർണ്ണതയിലെത്താൻ വേണ്ടി നമ്മൾ ദൈവം ആഗ്രഹിച്ച പോലെ പിതാവായ ദൈവത്തിൻ്റെ ഇംഗിതം പുത്രനിലൂടെയും പരിശുദ്ധാത്മാവിനെയും നടത്തിയ രക്ഷണീയ കർമ്മത്തിൻ്റെ ഫലങ്ങൾ ഈ ലോകത്തിൽ അത് കൃത്യമായിട്ട് നടന്ന് ഈ ലോകം മുഴുവൻ ദൈവത്തിങ്കിലേക്ക് ദൈവത്തെ സ്വീകരിച്ച് എല്ലാവർക്കും നന്മ ചെയ്ത് മനുഷ്യനെ പരസ്പരം നീതി പുലർത്തി ജീവിക്കാനുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. എൻ്റെ പാർട്ട് ശരിയായിട്ട് നിർവഹിക്കാനായിട്ടുള്ള അതിൽ എൻ്റെ ജോലി നിർവഹിക്കാൻ. അല്ലാതെ എനിക്ക് അങ്ങോട്ട് പോകണം, എൻ്റെ കാൽമ അരുത്തി അത് പൊറുക്കണില്ല തമ്പുരാനെ, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങൾ പറയാം. പക്ഷെ അത് ദൈവരാജ്യത്തിൻ്റെ ഇംഗിതത്തിൻ്റെ വളർച്ചയ്ക്ക് എന്തുമാത്രം സഹായകമാകുന്നു. ചെറിയ ചെറിയ സഹനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പനി വന്നു കഴിഞ്ഞാൽ വേദന വരും, കാല് മുറിഞ്ഞാൽ വേദന വരും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ മാറ്റി കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഉള്ള പ്രാർത്ഥനകളെക്കാൾ നമ്മൾ പൊതു നന്മയെ ലക്ഷ്യപ്പെടുത്തിയും ദൈവത്തിൻ്റെ പദ്ധതികളെ ലക്ഷ്യപ്പെടുത്തിയും പ്രാർത്ഥിക്കണം എന്നാണ് അതിലൂടെ പറയുന്നത്. പിന്നീട് കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചാണ്.
ഇതെനിക്ക് തോന്നുന്നത് പണ്ടത്തെ കാലഘട്ടങ്ങളിൽ വളരെ കുറവായിട്ടുള്ളതും ഇപ്പോൾ അത് വളരെ പ്രചാരം നേടി വരുന്ന ഒരു രീതിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെ പാടുപെട്ടിരിക്കുമ്പോഴാണ് ഇനി മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നതൊക്കെ അതിൽ വരുന്നതാണോ? വിശുദ്ധരുടെ മധ്യസ്ഥം നമ്മൾ യാചിക്കുന്നുണ്ട്. അതായത് മധ്യസ്ഥ പ്രാർത്ഥന ശരിയാണ് സാറ് പറഞ്ഞത്. പണ്ട് നമ്മൾ അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് നമ്മൾ കണ്ടവാനം കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നവീകരണ ആത്മീയതകളൊക്കെ കൂടുതൽ വളർന്നപ്പോഴാണ് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് നല്ലതാണ്. അതായത് അങ്ങനെ ഒരു ഡൈമെൻഷൻ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരാൻ ഇത് സഹായകമായി. അതായത് പണ്ട് എൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടുതൽ. അപ്പോൾ കുട്ടികളെ നമ്മൾ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കുമ്പോൾ മാതാപിതാക്കൾ വാവുണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിച്ചോ ഉണ്ണീശോയോട്, പരീക്ഷ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോ, അവൻ്റെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഒപ്പം മാതാപിതാക്കൾ പറയാറുണ്ട്, ഒപ്പം പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളോ, മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളോ, ചേട്ടന് വേണ്ടി, ചേച്ചിക്ക് വേണ്ടി, അനിയന് വേണ്ടി, അനിയത്തിക്ക് വേണ്ടി, അച്ചാച്ചന് വേണ്ടി, ഇങ്ങനെ അമ്മാമ്മയ്ക്ക് വേണ്ടി, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് കൂടി അവിടെ തന്നെ ഈ ചെറിയൊരു പരിശീലനം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള പരിശീലനം വീടുകളിൽ കൊടുക്കാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു വളരെ വളർന്ന ഒരു കാര്യമാണ്. അതിന് പറയുന്നത് ഹെബ്രായക്കാർക്ക് എഴുതിയ ആ ലേഖനത്തിൽ, ഹെബ്രായക്കാരുടെ പുസ്തകത്തിൽ 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്ന ആ ഭാഗമാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രധാനമായിട്ടുള്ളൊരു ഭാഗമായിട്ട് കത്തോലിക്ക മതബോധന ഗ്രന്ഥം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് 25-ാമത്തെ വാക്യം നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തു എന്ന ആ പുരോഹിതൻ നൂറ്റാണ്ടിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ നവനിയമത്തിലെ കാലഘട്ടത്തിലെ യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവൻ്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ ദൈവത്തിനും ലോകത്തിനും ഇടയിൽ, മനുഷ്യകുലത്തിനും ദൈവത്തിനും ഇടയിൽ ഒരു മധ്യസ്ഥനായിട്ട് ക്രിസ്തുവിനെ അവരോധിച്ചിരിക്കുന്നു ദൈവം, രക്ഷണീയ കർമ്മത്തിൽ രക്ഷകനായിട്ട്. അപ്പോൾ അങ്ങനെ അവരോധിച്ചിട്ടുള്ള ആ ക്രിസ്തുവിന് വൻ്റെ മാധ്യസ്ഥത്വത്തിലൂടെ നമ്മൾക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിലൂടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡിവൈൻ സെൻറ്ററിൽ വരുമ്പോൾ തന്നെ നമ്മുടെ ഈ സ്റ്റുഡിയോയുടെ തൊട്ടടുത്ത് അപ്പുറത്ത് അവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നതായിട്ട് കാണാം. അവർ പകൽ മുഴുവൻ നമ്മൾ വന്നു പോകുമ്പോഴും ഒക്കെ എപ്പോഴും നിരന്തരമായിട്ട് ഇടപെടാതെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതുപോലെ ധ്യാനങ്ങളൊക്കെ ഇന്ന് നടക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ഗ്രൂപ്പ് അവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു റൂമിൽ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനൊക്കെ ഭയങ്കര ഒരു പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ അതിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പോൾ ആ അവസരത്തിൽ സ്വന്തം സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല അവർ പ്രാർത്ഥിക്കുന്നത്, അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. നമ്മൾ കൂടുതലും മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പണ്ട് പറഞ്ഞ നമ്മുടെ ലിസ്റ്റ് വെക്കൽ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വരണതാണ്. കാരണം കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്. എന്നാൽ അതിൽ കൂടുതൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ധ്യാനം ശുശ്രൂഷ നടത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവിടെ നടക്കുന്ന ചുറ്റുപാടുള്ള കാര്യങ്ങളെ യുദ്ധം അവസാനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനേറെ പറയുന്നു, മധ്യസ്ഥ പ്രാർത്ഥനയിൽ സാർവത്രിക മതബോധനം പറയുന്നത് അത് നമ്മുടെ ഈ സ്വാർത്ഥതയുടെ കെട്ടുപാടുകൾ മാറി മാറി നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്ന തലത്തിലേക്ക് മധ്യസ്ഥ പ്രാർത്ഥന നീങ്ങണമെന്നാണ് പറയുന്നത്. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് ജീവിതത്തിൻ്റെ ഏറ്റവും അന്ത്യനിമിഷത്തിൽ ഏറ്റവും സ്വന്തം ദുഃഖത്തെക്കുറിച്ച്, സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഏറ്റവും ആകുലനായി കിടക്കേണ്ട ഒരു നിമിഷത്തിൽ പോലും അദ്ദേഹത്തെ ഉപദ്രവിച്ച ആളുകൾക്ക് വേണ്ടി, ചെയ്യുന്ന ഈ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ സാറ് പറഞ്ഞതുപോലെ നമുക്ക് കർത്താവിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് അനുരഞ്ജനപ്പെടാൻ ബുദ്ധിമുട്ടുള്ളവരെ, നമ്മളെ ഉപദ്രവിച്ചവർ, നമുക്ക് പാര വെച്ചവർ, നമ്മളെ അവഗണിച്ചവർ, നമ്മളെ പരസ്യമായിട്ട് അവഹേളിച്ചവർ, ചെയ്യാത്ത കുറ്റത്തിന് സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറിയവർ, തേച്ചൊട്ടിച്ചവർ എന്നൊക്കെ നമ്മൾ പറയില്ല. ഇന്നത്തെ നുണകൾ കുക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയൊക്കെ ഒട്ടിച്ച് എന്നൊക്കെ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത്. പക്ഷെ നമ്മൾ ആരോട് എന്ത് പറയാൻ?
അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ആളുകൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ വിഷമമുണ്ടാവും. അപ്പോൾ നമ്മൾ തമ്പുരാനോട് പ്രാർത്ഥിക്കും, ദൈവമേ ഇതൊക്കെ ചെയ്ത ആൾ അറിഞ്ഞിട്ടാണോ അറിയാണ്ടാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഓരോന്ന് കണ്ട് ചെയ്യണതായിരിക്കും, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ലക്ഷ്യങ്ങൾ നടക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഇവരുടെ മേൽ ദൈവമേ അങ്ങയുടെ കോപം പതിക്കരുത്, അവരെ സ്നേഹിക്കണമേ, അവരെ മനസ്സ് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു പോകും. അങ്ങനെ പ്രാർത്ഥിക്കണം. അതടക്കം ആ തലത്തിലേക്ക് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ എത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വാസ്തവത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് നമ്മൾ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് വരേണ്ടത് സ്വന്തം, നേരത്തെ സാറ് പറഞ്ഞതുപോലെ ലിസ്റ്റ്, നമ്മുടെ സ്വന്തം ലിസ്റ്റ് മൊത്തം അവതരിപ്പിക്കാനുള്ള സമയമല്ല. നമ്മുടെ ലിസ്റ്റ് വളരെ കുറച്ചും ദൈവത്തിൻ്റെ ഇംഗിതം ഈ ലോകത്തിൽ നടപ്പിലാകാൻ വേണ്ടി, ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, ഈവൻ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി കൂടി അവർക്ക് നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. നമ്മുടെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാറായി. പ്രാർത്ഥനയുടെ വിവിധ വശങ്ങൾ നമ്മൾ ആരാധനയ്ക്ക് ശേഷമുള്ള കൃതജ്ഞതയെക്കുറിച്ചും യാചനയെക്കുറിച്ചും മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചും എല്ലാം വിശദീകരിച്ചു. അച്ഛനെല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു. പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളിലൂടെ ആരാധന, കൃതജ്ഞത, യാചന, മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയിലൂടെ എല്ലാം എങ്ങനെയാണ് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള മതബോധനത്തിൻ്റെ വിശദീകരണം അച്ഛൻ പ്രേക്ഷകർക്കായി പങ്കുവച്ചു. ഇത് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.